ഇതാ ഈ നദി ഒരു വെള്ളത്തിന്റെ നനവ് കണ്ടിട്ട് കാലമേറെ കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ നിന്നും അകന്ന് മലകളാൽ ചുറ്റപ്പെട്ട ഈ ചെറിയൊരു രാജ്യത്തിന് ജീവന്റെ ഉന്മേഷം നൽകുന്ന ഏക നദിയാണ്. ഒരിക്കൽ മഴയുടെ സ്നേഹസ്പർശത്തിൽ സമൃദ്ധമായി ഒഴുകിയിരുന്ന ഈ നദിയെ വേനലിന്റെ അതികാഠിന്യം നിർജ്ജലയാക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ബാക്കി വയ്ക്കാൻ അവൾ ജനങ്ങളുടെ ജീവൻ ഇരുട്ടിന്റെ അഗാധങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഒരു നദിയുടെ വ്യഥ. നാടകരചന സാക്ഷാത്കാരം വിവേക് സതീഷ്, ശബ്ദം സംയോജനം മനോജ്, സാങ്കേതിക സഹായം ഹരീഷ്, രംഗത്ത് മിഥുൻ, DP മനോജ് എം, ക്ലീൻ അനസ്, കൂടാതെ കബൂന. ഭക്ഷണത്തിലും അളവും പരിധിയും കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ഈ ദുരന്തത്തിന്റെ മുന്നിൽ നമ്മൾ ഒരേ മനസ്സോടെ നിന്ന് പോരാടണം. ഇതിന് എന്താണ് ഒരു പോംവഴി ചാച്ചി? പ്രശ്നങ്ങൾ വളരെയേറെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ അടിയന്തരമായി. ദൈവം നമ്മളെ കൈവിടിയില്ല. നമ്മുടെ ദിവാൻജി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. നമസ്കാരം പ്രധാൻജി. നമസ്കാരം ദിവാൻ. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഏറെ ആശ്വാസം തരുന്ന വാർത്തകളുണ്ട് പ്രധാൻജി. നമ്മുടെ ഉദ്യോഗസ്ഥർ അങ്ങ് പടിഞ്ഞാറ് കേരളം വരെ എത്തിയിരുന്നു. അവർ അവിടെ അണക്കെട്ട് നിർമ്മിക്കുന്ന ഒരു കമ്പനി കണ്ടെത്തി കഴിഞ്ഞു. അതും വളരെ കുറഞ്ഞ തുകയ്ക്ക്. മുടക്കുമുതൽ വളരെ ഗൗരവമേറിയ വിഷയമാണ്. എന്നാലും അതുകൊണ്ടുള്ള പരമാവധി പ്രയോജനം നാടിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങ് കേരളം ഒന്ന് പോയി കാണണം. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. അവരുടെ പുരോഗതി, സാക്ഷരത, സമ്പന്നത ഇതെല്ലാം കണ്ട് ഉദ്യോഗസ്ഥർ കണ്ണഞ്ചി നിൽക്കുകയാണ്. അവരുടെ അഭിപ്രായ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് 100 വർഷം മുൻപ് പണിതിരിക്കുന്നത് അവിടെയാണ്. അതിപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നു. ഈ കമ്പനിയാണ് അതും പണിതിരിക്കുന്നത്. എന്നാൽ ഇത് തന്നെ ഉറപ്പിച്ചോളൂ. എല്ലാ ഏർപ്പാടുകളും എത്രയും പെട്ടെന്ന് ചെയ്യുക. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ ഡാമിന്റെ പണി തീർത്തിരിക്കണം. ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പാദ്യം ചെലവാക്കിയാലും ഈ നാടിനെ ഞങ്ങൾ സംരക്ഷിക്കും. ഈ നാടിന്റെ സുരക്ഷിതത്വം വീണ്ടെടുക്കുന്നതുവരെ, ജനങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നതുവരെ, കഷ്ടതകൾ തരണം ചെയ്യുന്നതുവരെ ഞങ്ങൾ ഉറക്കില്ല. നിങ്ങൾ സധൈര്യം അണക്കെട്ടിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. എങ്ങനെയുണ്ട് നമ്മുടെ ആശയം? ഇതിന്റെ മുതൽ മുടക്കറിയണം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ നീറുന്ന പ്രശ്നങ്ങളെക്കാൾ വലുതല്ലല്ലോ ഒരു മുതൽ മുടക്കും. അത് ശരിയാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ കൂടെ കണക്കിലെടുത്ത് വേണ്ടേ തീരുമാനമെടുക്കാൻ? എന്തായാലും ഈ അണക്കെട്ട് നമുക്ക് നിർമ്മിച്ചേ പറ്റൂ. അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം. നിങ്ങൾ ഒരു കണക്കപ്പിള്ളയെ പോലെ ചിന്തിക്കരുത്. ഈ നാട്ടിലെ 1000ഓളം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം കൂടിയാണിത്. ആയിക്കോട്ടെ, നാടിന്റെയും നാട്ടുകാരുടെയും പ്രശ്നത്തിനുള്ള പരിഹാരമാണെങ്കിൽ കൊള്ളാം. ഇതിനു മുമ്പ് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതിലിപ്പോ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുകയാണ്. പിന്നെ അണക്കെട്ട് മാത്രം പോരാലോ, മഴയും കൂടെ വേണ്ടേ? ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയെങ്കിൽ അതിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാം. ലോകം എത്ര മാറിയെന്ന് അറിയാൻ കഴിയാത്ത താങ്കളുടെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപമുണ്ട്. ഈ പ്ലാൻ ഞാൻ കൊണ്ടുവന്നതാണെങ്കിൽ ഈ സുവർണ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. വിദ്യകളുടെ ലോകത്ത് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. സുവർണ അവസരമോ? ആർക്ക്? എന്തെങ്കിലും ആയിക്കോളൂ. എത്തിയല്ലോ ഖജാൻജി. ഇപ്പൊ ജനങ്ങളുടെ തൊഴിൽ മന്ത്രിയും കൂടിയാ. ഇപ്പോഴത്തെ തൊഴിൽ വെള്ളം കുറയ്ക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക തുടങ്ങിയ പരിപാടികളാണെന്ന് മാത്രം. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ആദ്യം കുറച്ചത്. നിയന്ത്രണങ്ങൾ എല്ലാം ജനങ്ങൾക്ക് ഒരുപോലെ ബാധകമാണ്. ആരെയും ഒഴിവാക്കാനാവില്ല. നിരത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. ജനങ്ങൾ വരിവരിയായി നിൽക്കുന്നത് കാണാം കുടിവെള്ളത്തിന് വേണ്ടി. അവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ. തൊഴിൽ കൊടുക്കാൻ നിങ്ങൾ കൊണ്ടാവുകയുമില്ല. വരിവരിയായി നിൽക്കുന്നത് അവർ ഒരു തൊഴിലാക്കട്ടെ. എനിക്കാണെങ്കിൽ കുളിക്കാനായിട്ട് ഇവിടെ ദേഹം മാസങ്ങളെ ചൊറിയുകയാണ്.
ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടുത്തെ പണിക്കാരുണ്ടല്ലോ. നിനക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല, ഇരുന്ന് ചൊറിഞ്ഞോളൂ. നിങ്ങളുടെ പ്രധാനജിക്കും ദിവാൻജിക്കും ഒരു നിയന്ത്രണവും ഇല്ലല്ലോ ഒന്നിനും. അവർക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ടല്ല. അവരുടെ ഭാര്യമാർ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ഒരു കണ്ണട വാങ്ങണം, വ്യക്തമായി കാണാൻ. അത് മാത്രമാക്കണ്ട, ഒരു നട്ടല് കൂടി വാങ്ങിച്ചുകൊള്ളൂ. ഒരു സത്യസന്ധൻ വന്നിരിക്കുന്നു. നല്ലവരുടെ പാതയിൽ മുളകരച്ച കനിയും പുളി പിഴിഞ്ഞ കഷായവുമേ കാണും. എനിക്കും അത് തന്നെയാണ് പ്രിയം. കൂടാതെ നിന്നെയും എനിക്ക് പ്രിയമാണ്. ദൈവമേ, എന്നും ഈ കഞ്ഞി കുടിക്കാൻ തന്നെയാണല്ലോ എന്റെ ഒരു വിധി. കേരളത്തിൽ നിന്നുമുള്ള കമ്പനിയുടെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കടന്നു വരൂ. നമസ്കാരം, ഞാൻ ഖജാൻജി, ഇവിടുത്തെ തൊഴിൽ മന്ത്രി കൂടിയാണ്. ഞാൻ വിനോദ്, ഈ പ്രൊജക്ടിന്റെ മാനേജർ. ഇതെന്റെ അസിസ്റ്റന്റ് നോബൽ, സൈറ്റ് എഞ്ചിനീയറാണ്. നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശരിയാക്കാം. മടങ്ങി വന്നിട്ടാവാം ബാക്കി ചർച്ചകളൊക്കെ. സാറേ, ഈ ഡാം കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട് പോലെ വികസിക്കുമെന്ന് കമ്പനി ഡയറക്ടർ പറഞ്ഞിരുന്നു. അതെന്താ, നല്ല കാര്യമല്ലേ? നാട് പോലെ വികസിച്ചോട്ടെ, പക്ഷെ വൃത്തികേടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊരു ഷോർട്ട് ജോലിയായി കരുതേണ്ട, കമ്പനിക്ക് വേറെ ഫ്യൂച്ചർ പ്ലാനുകളുണ്ടെന്നും അറിഞ്ഞിരുന്നു. ശരിയാണ്, കമ്പനിക്ക് ഒത്തിരി ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാനുകളുണ്ട്. ഈ ഡാം കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറികൾ, ടൗൺഷിപ്പുകൾ, സ്കൂളുകൾ, മാളുകൾ, അങ്ങനെ അങ്ങനെ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പിന്നെ പതുക്കെ ഫാമിലിയെ കൊണ്ടുവരാം. അതിനെന്താ, അവരെ കൊണ്ടുവരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല സാറേ, വലിയ കുടുംബമാ, ഒരു 30ഓളം പേര് കാണും. അല്ല, അച്ഛൻ കർഷകനാണെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ സാറേ, കർഷകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് അമ്മയുടെ ആങ്ങളമാരും അച്ഛന്റെ പെങ്ങന്മാരും ഒക്കെ കാര്യമാണ്. അവരവിടെ കുടുംബം കൂടി കൂട്ടിയാണ് 30 പേര്. നിനക്ക് അവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ പ്ലാൻ? അതെ സാറേ. അതെന്താണ് കാര്യം? സാറേ, ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും ആ മലമുകളിലേക്കുള്ള ദൂരമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാം. അതിന്റെ നിഴലിലാണ് ഞങ്ങളുടെ ജീവിതം. രാത്രിയിൽ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ മതി അത് ഞങ്ങളുടെ ഉറക്കം കെടുത്താൻ. ഒപ്പം പറ്റുന്ന ഇടിമുഴക്കത്തിന്റെ ശബ്ദം അത് ഞങ്ങളുടെ ചണ്ട് തകർക്കും. അപ്പോൾ എന്റെ ഭാര്യയെ കുട്ടികളെ ചേർത്ത് പിടിച്ച് നേരം പുലരുകൊണ്ട് ഉറങ്ങാതെ ഞാൻ ഇരിക്കും. ഇത് ഞങ്ങളുടെ വെറും ഭയമല്ല, പ്രാണഭീതിയാണ്. ഇതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ചങ്ക പിടിക്കുകയാണ് സാർ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാനില്ലേ ഇതിന്റെ കൂടെ. എല്ലാം ശരിയാക്കാം. കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? എല്ലാം ശരിയായി വരുന്നു സാർ. കരാറുകളെല്ലാം പ്രധാൻജി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കരാറിൽ ഇവിടുത്തെ 1000 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നുണ്ട്, അത് വായിച്ചില്ലേ? അത് ഞാൻ കണ്ടു. അവരിവിടെ വെറുതെ വെയിൽ കാഞ്ഞിരിക്കുകയല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിലായാലോ അലസതയെല്ലാം മാറും. ശരിയാണ്, ബാക്കിയുള്ളവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ. അങ്ങനെയല്ല, അവർക്ക് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ കൊടുക്കണം. അണക്കെട്ട് നിർമ്മിക്കുന്ന ജോലിക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ ഇവിടെ നിന്നെടുക്കുന്നവർ എന്ത് ചെയ്യും? അവരിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അവർക്ക് മലമുകളിൽ അതേപോലെ ഇരിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുത്താൽ മതി. അത് ശരിയാകില്ല, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഞങ്ങൾ അത്രയും കുറച്ചു പേര് മാത്രമേ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ. ആട്ടെ, നിങ്ങളുടെ പ്രൊജക്ടിന്റെ കാലാവധി എത്ര കാലമാണ്? 8 മാസം. അപ്പോൾ ഞങ്ങൾ തരുന്ന ഈ 1000 പേർ പണിയൊന്നും എടുത്തില്ലെങ്കിൽ എത്ര കാലം പിടിക്കും? വീണ്ടും ഒരു 8 മാസം കൂടി തീരും. ഇവർ പണിയെടുത്താൽ അത് വർഷങ്ങളോളം നീളും. അത് വേണോ അതോ അവരെ വെറുതെ ഇരുത്തണോ? വലിയ ചതിയായി പോയി സാറേ. അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ ഇരുത്തുന്നത് തന്നെയാണ് നല്ലത്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, നിങ്ങൾ ഈ തരുന്ന പണിക്കാർക്കുള്ള ഭക്ഷണ സൗകര്യം എങ്ങനെയാണ്? അതിനെ കുറിച്ച് ഞാൻ പറയാനിരിക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു പങ്ക് അവർക്ക് കൊടുത്താൽ മതി. അവർക്ക് എന്തെങ്കിലും ഞങ്ങൾ കൊടുത്തോളാം സാറേ. നിങ്ങൾക്കുള്ള സന്ദർശകർ വരുന്നുണ്ട്. ഞാനിതാ. കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. വളരെ നന്നായി പോകുന്നുണ്ട് സാർ.
കണ്ടില്ലേ? എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ അണക്കെട്ടിന്റെ നടുവിലായി എന്റെ ഒരു അധികാര പ്രതിമ സ്ഥാപിക്കണം. ഈ മലമുകളിൽ അത് തലയുയർത്തി നിൽക്കണം. എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന തരത്തിൽ വേണം നമ്മുടെ തലവന്റെ പ്രതിമ. സാറേ, അവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു. വിനോദ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും എല്ലാ നിയമങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. നിയമങ്ങളിൽ ചിലത് പാലിച്ചേ പറ്റൂ. തൊഴിലാളികളെ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പണിയെടുപ്പിച്ചാൽ പറ്റില്ല. ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളൊന്ന് വായിച്ചു നോക്കണം. തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർ കൃത്യമായി അറിയണം. അത് അസംബ്ലി പോയിന്റിൽ കൃത്യമായി പതിപ്പിക്കുകയും വേണം. അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ സാർ? ഇത് ഏത് ഭാഷ? സംസ്കൃതമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണിക്കാർക്ക് മനസ്സിലാകണ്ടേ? ശരി, പറ്റാവുന്നിടത്തൊക്കെ ഫയർ അലാം കൂടി വെച്ചോളൂ. നിയമം അനുശാസിക്കുന്നുണ്ട്. ഓ, ഫയർ അലാം, ഡാമിൻ അല്ലേ? അത് വെക്കാം. ഇങ്ങനെ പേടിപ്പിക്കല്ലേ സാറേ, നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അപ്പോ നമ്മുടെ കാര്യങ്ങൾ എവിടെ വരെയായി? കുറച്ചുകൂടി സമയം വേണം. കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അത് ശരിയാക്കാം. ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളൊന്ന് മാറട്ടെ സാറേ. ചൈനക്കാരന്റെ കമ്പനി തന്ന കോൺട്രാക്ടിന്റെ ഇരട്ടി തുകയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്രൊജക്ട് തന്നത്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എപ്പോഴും സാർ അത് ഓർമ്മിപ്പിക്കണമെന്നില്ല. കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കും. എല്ലാ കാര്യങ്ങളും തോളത്തിരുത്തി എന്ന് കരുതി ചെവി തിന്നണ്ട. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. ഉറപ്പായും ചെയ്യും സാർ. എന്താ പ്രശ്നം? അദ്ദേഹം ശൂലനായ എന്താണ് കാര്യം? പൂച്ചയ്ക്ക് എന്താ പൊന്നുവെക്കുന്നിടത്ത് കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഡാമിന്റെ പണി കഴിഞ്ഞ് അതിൽ വെള്ളം നിറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ സ്ഥലം വിട്ടിരിക്കും. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഇത് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും. സാറേ, 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 എന്തായി ആ സമയത്ത്? സാറേ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും ആ മലമുകളിലേക്കുള്ള ദൂരമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിന്. അതിന്റെ നിഴലാണ് ഞങ്ങളുടെ ജീവിതം. രാത്രിയിൽ ഒരു ചെറിയ ചാറ്റൽമഴ പെയ്യാൻ മതി സാറ് ഞങ്ങളുടെ ഉറക്കം കിടത്താൻ. ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഞങ്ങളുടെ ചങ്ക് തകർക്കും. അപ്പോൾ എന്റെ ഭാര്യയും കുട്ടികളെ ചേർത്ത് പിടിച്ച് നേരം പുലരുവോളം ഞാൻ ഉറങ്ങാതെ. ഇത് ഞങ്ങളുടെ വെറും ഭയമല്ല, പ്രാണഭീതിയാണ് സാറ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ചങ്ക് പിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ പാതിരാത്രിയിൽ ഇത് പറയാനാണോ എന്നെ വിളിച്ചുണർത്തിയത്? അവരെ ചേർത്ത് പിടിക്കാനൊന്ന് കിടന്നു നോക്ക്. ചിലപ്പോ ഉറങ്ങാൻ കഴിഞ്ഞേക്കും. ഒന്ന് പോയി കിടന്നുറങ്ങു നോബിള്. അതല്ല സാറേ, ഞാൻ സത്യസന്ധമായി പറയുകയാണ്. ഡാമിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മിശ്രിതത്തിന്റെ അനുപാതം, കമ്പനിയുടെ സ്പൈസിംഗ്, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണമേന്മ, ഇതൊക്കെ ശരിയാണോ എന്ന് സംശയമുണ്ട്. അസമയങ്ങളിൽ വിനോദ് സാറും ദിവാൻജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നീ പറഞ്ഞതെല്ലാം ശരിയാണോ? ശരിയാണ് സാറേ, വളരെ ശരിയാണ്. ഇത് ശരിയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഞാൻ ഇപ്പോൾ തന്നെ പ്രധാൻജിയെ ഇത് അറിയിക്കുന്നതാണ്. ഇന്നിവിടെ ഈ സഭ കൂടിയിരിക്കുന്നത് എല്ലാവരെയും അതീവ ഗൗരവമുള്ളതും എല്ലാവരെയും ആശങ്കയാഴ്ത്തുന്നതുമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ്. ഗിജാജിക്ക് ഈ പണിയുമായി ബന്ധപ്പെട്ട് ചില അഴിമതികളെ കുറിച്ച് സംശയങ്ങളുണ്ട്. ഇത് ഈ നാടിന്റെ സങ്കീർണമായ ഒരു പ്രശ്നമായതിനാൽ ഉടനടി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ദിവാൻജി, നിങ്ങൾ ഈ സംരംഭത്തിന്റെ ഭാഗത്തിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഗജാജി ആരോപിക്കാനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് യാതൊരു അഴിമതിയെയും സംബന്ധിച്ച് ഒരറിവുമില്ല.
ഖജാൻജി എന്നെ വ്യക്തിപരമായി ആക്രമിക്കാനും അഴിമതിക്കാരനായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നു. എനിക്ക് വളരെ വിഷമം ഉളവാക്കുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ ഇങ്ങനെ ആരോപിക്കുവാനുള്ള കാരണം? ദിവാൻജിയെയും വിനോദിനെയും സംശയകരമായ സാഹചര്യങ്ങൾ നോബിൾ കണ്ടിട്ടുണ്ട്, പലതും കേട്ടിട്ടുമുണ്ട്. എന്തോ ഒരു ദുരൂഹത അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാണ്. നിങ്ങൾ അവരെ സംശയിക്കാനുള്ള കാരണം എന്താണ്? കാരണം പലതാണ് സാർ. ഒന്ന്, ഞങ്ങളുടെ കമ്പനി മറ്റുള്ള കമ്പനിയേക്കാൾ ഇരട്ടി തുകയ്ക്കാണ് ഈ പ്രോജക്ട് കരസ്ഥമാക്കിയത്. അതിൽ തന്നെയുണ്ട് ദുരൂഹത. അതുപോലെ വിനോദ് സാറിന്റെ ദിവാൻജി ഈ കാര്യം ഓർമ്മിക്കുന്നത് ഞാൻ ഇന്നലെ കേട്ടിരുന്നു. ശുദ്ധ സംബന്ധം. എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ പ്രൊജക്ട് നൽകിയത്. അത് പഠിച്ചത് നമ്മുടെ കമ്മിറ്റി തന്നെയാണെന്ന് താങ്കൾക്കും അറിയാവുന്നതല്ലേ. ഇവരുടെ എക്സ്പെർട്ടൈസ്, അണക്കെട്ട് നിർമ്മിച്ചുള്ള പരിചയം, ഗുണനിലവാരം, സുരക്ഷ, സമയബന്ധിതത്വം ഇവയൊക്കെയാണ് പരിഗണിച്ചിരുന്നത്. ഈ ഡാമിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ ഇവിടെ നിന്ന് പോകുമെന്ന് വിനോദ് സാർ എന്നോട് പറഞ്ഞിരുന്നു. അത് നമ്മുടെ കലാപ്രകാരം എല്ലാ പണിയും കഴിഞ്ഞാൽ പോകുമെന്നാണ് പറഞ്ഞത്. അതിനെന്താണ് കുഴപ്പം? ദിവാൻജിയുമായി അസമയങ്ങളിൽ നിങ്ങൾ പലതവണ ചർച്ച ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഞാൻ പൂർണ്ണമായും സമർപ്പിതനാണ്. അടുത്ത മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇത് പൂർത്തിയാക്കേണ്ടതാണ്. അതുവരെ എനിക്ക് ഉറക്കമില്ല. നമ്മൾ സമാഹരിച്ച സാമഗ്രികളുടെ ഗുണനിലവാരം ശരിയാണോ, അതുപോലെ പണിയുടെ ഗുണനിലവാരം ശരിയാണോ എന്നും പരിശോധിക്കണം. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ എല്ലാത്തിനും രേഖകളുണ്ട്. ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുന്നതുമുണ്ട്. ഇവിടെ നിന്നും ജോലിക്കെടുത്ത പണിക്കാരുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സാർ. ഖജാൻജിയാണ് പറഞ്ഞത് ജോലിക്കെടുത്ത ശേഷം അവരെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്ന്. അവർക്ക് ശമ്പളവും ഭക്ഷണവും കൊടുത്താൽ മതിയെന്ന്. അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ വർഷങ്ങളോളം പ്രോജക്ട് നീണ്ടുപോകുമെന്ന്. ഞങ്ങൾക്കുണ്ടായ ഭീമമായ നഷ്ടത്തിന് ഉത്തരവാദി ഈ സാറാണ്, അല്ലേ സാറേ? ഇതുപോലൊരു മന്ത്രി ഈ രാജ്യത്തിന് തന്നെ ഒരു അപമാനമാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ഒരു തൊഴിൽ മന്ത്രിയും ഉണ്ടാവില്ല. കരാറുകാർക്ക് മനഃപൂർവ്വം നഷ്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. ശരിയാണ് പ്രധാൻജി. ഇത്രയും നാളും ഒരു ജനസേവകനായി തന്നെയാണ് ജീവിച്ചത്. ഇവിടെ എനിക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു ഞാൻ ആ തെറ്റ് നികത്തുന്നു. പ്രധാൻജി, സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. ഇവിടെ ഒരു അഴിമതി നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാലം അത് തെളിയിച്ചോളൂ. ഈ സാഹചര്യവും അദ്ദേഹം ജീവിച്ചു. എത്ര കഠിനമായ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജീവിതത്തിലുടനീളം സത്യസന്ധതയും മനോധൈര്യവും മുറുകെ പിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും. സാറേ, ഇതെല്ലാം നോബിളിന്റെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. ഡാം കാണുമ്പോ തന്നെ അവന് പേടിയാണ്. അവൻ നന്നായി ഉറങ്ങുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. മനോനില തകരാറിലായിട്ടുള്ളവരെ ഇവിടെ ജോലിക്ക് വേണ്ട. നാട്ടിൽ ചെന്നിട്ട് അദ്ദേഹം അതിനുള്ള ചികിത്സ തരട്ടെ. അയാളെ പറഞ്ഞു വിടുക. ഖജാൻജിയിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് ഇദ്ദേഹം. പ്രതിസന്ധികളിൽ മനമൊരുങ്ങി ജീവിക്കാനായി ഇദ്ദേഹത്തിന് അറിയും. നാട്ടിൽ ഒരു ചെറിയ ചാത്തലമഴ പെയ്യുമ്പോൾ പോലും ഭാര്യയെയും കുട്ടികളെയും ചേർത്ത് പിടിച്ച് പുലരുവോളം അദ്ദേഹം ഇരിക്കും, ഉറങ്ങാതെ. ഈ പോയ ആൾക്കാർക്ക് പകരം ആൾക്കാരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഈ പണി തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നിങ്ങൾക്ക് പോകാം. ഇവർ എവിടെ ചെന്നാലും ജീവിക്കും. വീണാലും വീണില്ലേലും നാലുകാലിൽ നടക്കുന്ന പൂച്ചയുടെ ജന്മങ്ങൾ. ഇവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ പ്ലാനുകളും പങ്കുവയ്ക്കലുകളുമായി ഒരിക്കലും പിടിവീഴില്ല എന്ന അഹന്തയോടെ. ജനങ്ങളെ, ഇന്ന് ഞാനെടുത്ത ഈ തീരുമാനം തെറ്റാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണോ? ജീവിതത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും മുറുകെ പിടിക്കുന്നവർ പരാജയപ്പെടുകയാണോ? വെറും വാക്കുകളിൽ മാത്രം വിശ്വസിച്ച് ഞാനെടുത്ത നിലപാടുകൾ അപഹാസ്യമോ? ഇത് ഒരു സംവിധാനത്തിന്റെ കുറവാണോ, അതോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ പരാജയമോ?